നമസ്കാരം, എല്ലാവർക്കും കേരള കലവറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിലാമനു. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാനായിട്ടുള്ളൊരു ട്രിപ്പ് പോകാനുള്ളതല്ല, ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പോൾ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും, ഇപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും ഞങ്ങളിവിടെ ബീച്ച് ആസ്വദിക്കാൻ വന്നതായിരിക്കും, അതായിരിക്കും ഞങ്ങളുടെ ട്രിപ്പ് എന്നുള്ളത്. പക്ഷേ അതല്ല, ബീച്ചുമായിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ, നല്ല അന്തരമുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. മൂന്നാർ വട്ടവടയിലാണ് ഞങ്ങൾ യാത്ര പോയത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രയൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻഡിങ് ആണ്. ഞങ്ങളിപ്പോൾ അർത്തുങ്കൽ ബീച്ചിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ 31-ാം തീയതി ഞങ്ങൾ മൂന്നാർ വട്ടവടയിലേക്ക് യാത്ര പോയി. ഞങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ അവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വട്ടവട യാത്രയും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളി കുറേ കാഴ്ചകൾ ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മൂന്നാർ വട്ടവടയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 31-ാം തീയതി വെളുപ്പിന് ഒരു 5:30 ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 30-ാം തീയതി നൈറ്റ് പോകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ നൈറ്റ് കർഫ്യൂ വന്നതുകൊണ്ട് നമുക്ക് 31-ാം തീയതി വെളുപ്പിനയിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനും വൈഫും കുഞ്ഞും കൂടി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നേര്യമംഗലം പാലത്തിലാണ്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആർച്ച് ബ്രിഡ്ജാണ് നേര്യമംഗലം പാലം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇക്കരയാണ്. ഇക്കര എന്ന് പറയുമ്പോൾ എറണാകുളവും, അക്കരെ എന്ന് പറയുമ്പോൾ ഇടുക്കിയുമാണ്. എറണാകുളത്തെയും ഇടുക്കിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരിയാറിന് കുറുകെയുള്ള പാലമാണ് നേര്യമംഗലം പാലം എന്ന് പറയുന്നത്. സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 86 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പാലത്തിൽ കൂടിയാണ് നമ്മൾ കവർ ചെയ്ത് ഇക്കരയിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. കാര്യം രാവിലെ ഇറങ്ങിയത് കാരണം ഒന്നും കഴിക്കാണ്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് കറി ഉണ്ടാക്കി. അപ്പോൾ കടലക്കറിയും ചപ്പാത്തിയുമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ട് അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ്. കുഞ്ഞും അച്ചാച്ചനും എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ബാക്കി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇതുപോലെ കിളക്കണക്കിന് കുരങ്ങന്മാരുടെ ഒരു വിളയാട്ടമാണ്. അപ്പോൾ വണ്ടിയുടെ അകത്ത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇരുന്ന് പോവുകയാണ്. അപ്പോൾ ബാക്കിലെ സീറ്റിൽ അച്ഛനും അമ്മയും ഉണ്ട്. നടുക്കത്തെ സീറ്റിൽ ഞാനും പിന്നെ കൂട്ടുകാരനും വൈഫും കുഞ്ഞുമാണ്. പിന്നെ ഫ്രണ്ട് സീറ്റിൽ ആദും മനുവേട്ടനും പിന്നെ നന്ദുവാണ്, അനിയനാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോയി ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് പോയിന്റ്, അതായത് മൂന്നാർ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു പോയിന്റാണ് ചീയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങി ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഇറങ്ങി. ഇപ്പോൾ ഒരു നേരിയ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഭയങ്കര ഫോഴ്സിലല്ല വെള്ളം വരുന്നത്, സമാധാനപരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. അപ്പോൾ താഴെയൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആരും പോയിട്ടുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഇട്ട് പ്ലാസ്റ്റിക്കൊന്നും ഇട്ട് നമ്മുടെ ആ ഒരു പ്രകൃതിയെ നശിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ നിൽക്കുവാണ്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആരെങ്കിലും എന്നെ അറിയുന്നുണ്ടെന്ന്. ഒരാളും എന്നെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൂളിങ്ങും എന്താ പറയുക, നല്ല രസമുണ്ട് അവിടെ നിൽക്കുമ്പോഴത്തേനും. പിന്നെ ആ ഒരു കളകളാരവവും ഒക്കെ കേട്ടിട്ട് നല്ല പൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. അപ്പോൾ നമ്മുടെ ചെറുതാണെങ്കിൽ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞിട്ട് പുള്ളി അങ്ങനെ റിലാക്സ് ചെയ്ത് അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും മടി കിടക്കാണ്. സത്യം പറയുക കടൻ്റെ വയറാറും കൊച്ചിനെ പോലും കാണാൻ പറ്റുന്നില്ല, വിളിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മൂന്നാർ നമ്മൾ കയറി തുടങ്ങി. കണ്ടില്ലേ, നല്ല അടിപൊളി കാഴ്ചകളാണ്. ശരിക്കും നല്ലൊരു ഹരിതാപം നിറഞ്ഞ എന്നൊക്കെ നമുക്ക് പറയാം. നല്ല അടിപൊളി. ഇരുവശങ്ങളിലും ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെഡ് കളറിലെ ഒരു പൂ, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. അതിങ്ങനെ കുറ്റിച്ചെടി പോലെ ഇഷ്ടം പോലെ നട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പൂത്തിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ പച്ച, ഓറഞ്ച് അങ്ങനെ ഡിഫറെൻറ്റ് കളറിലെ ഒരുപാട് ചെടികൾ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെങ്കിലും നമ്മുടെ വഴിയോര യാത്രകളിലൊക്കെ കാണാൻ നല്ല രസമുള്ള കാഴ്ചകളാണ്.
പിന്നെ അതുപോലെ തന്നെ എങ്ങോട്ട് നോക്കിയാലും മലയും കുന്നും ഒരു രക്ഷയില്ല കേട്ടോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇനി കുറച്ച് നേരത്തേക്കും മിണ്ടാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ ആവോളം അങ്ങോട്ട് ആസ്വദിച്ചു. കാര്യം ഞാൻ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ലെന്ന് വരും. ഇതൊക്കെ മൂന്നാറൊന്നും ഇതുവരെ പോയിട്ടില്ല, ഈ കാഴ്ചയൊക്കെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ വഴി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെണ്ണൊന്ന് കുറച്ച് നേരം മിണ്ടാതിരുന്നെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയതാ, ഇവിടെ നമ്മൾ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് അവർ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എൻ്റെ ഈ ചളിയടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കാം. അപ്പോൾ നിങ്ങളാണെങ്കിൽ എൻജോയ് ചെയ്തോളൂ. അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നല്ല അത്യാവശ്യം നല്ല അടിപൊളി തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടികളാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് വണ്ടി സൈഡാക്കുവാണ്. കാരണം നമുക്ക് ഇവിടെ മൂന്നാർ മാർക്കറ്റിൽ നമുക്കൊന്ന് കയറണം. കാര്യം നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് അനിയൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മൂന്നാർ മാർക്കറ്റിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് സത്യം പറഞ്ഞ് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഒരു രക്ഷയില്ലാത്ത ഒരു മാർക്കറ്റ്. കാര്യം നമ്മൾ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെക്കാളേറെ എനിക്ക് തോന്നുന്നു ഇവിടെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ഇവിടുത്തെ കച്ചവടക്കാരാണെന്ന് തോന്നുന്നു. അതുപോലെ കടകളുണ്ട്. വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും തേങ്ങ വിൽക്കാൻ വരെ പ്രത്യേകം കടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പലവ്യഞ്ജന കടകൾ, കളർ പൊടിയോ എന്തോ ഡിഫറെൻറ്റ് കളറിൽ കുറേ ചാക്കിലൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ, എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, ഇവിടെ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മേനെ ഒഴിച്ച് ഇവിടെ എന്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒരു പെർഫെക്റ്റ് മാർക്കറ്റ്, ഒന്നും പറയാനില്ല. അതുപോലെ നോക്കിക്കേ, കണ്ടില്ലേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുൾ മാർക്കറ്റാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, നല്ല കളർഫുൾ മാർക്കറ്റ്. കാരണം എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൂവ്, മാങ്ങ, തേങ്ങ, ഒന്നും പറയാനില്ല, അടിപൊളി. ഇതാണെങ്കിൽ വറ, പൊരി, കരി, അങ്ങനെ കുറേ ഐറ്റംസ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചൂല്, പാല്, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ മുട്ടയ്ക്ക് വെജിറ്റബിൾസ്. എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു സത്യം പറയാലോ. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ വെളിയിലിറങ്ങിയാലും ഇതൊക്കെ തന്നെ സെയിം കാഴ്ചകൾ. പൂക്കടയാണെങ്കിലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഭാഗ്യത്തിലാണ് കൊച്ചിനെ എടുക്കാണ്ട് മാർക്കറ്റിലേക്ക് ഞങ്ങൾ മാത്രം പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ മാർക്കറ്റ് മുഴുവനും ചിലപ്പോൾ ഞങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നേനെ. അപ്പോൾ വെളിയിലിറങ്ങി. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട്, ഫോൺ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വ്ളോഗൊക്കെ എടുക്കാൻ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കണം. ഞങ്ങൾ ഫോൺ പിടിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേനും അവിടുന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഫോൺ ഉപയോഗിക്കരുത്. കാര്യം ഇങ്ങനെ നമ്മൾ ഫോൺ ഇങ്ങനെ ട്രൈപോഡിൽ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫോൺ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കളയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബി കെയർഫുൾ, എല്ലാവരും അവരവരുടെ ഫോൺ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ, ഓട്ടോ സ്റ്റാൻഡിൽ നമ്മുടെ ചേട്ടന്മാർ ഓട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഇവിടെ ജീപ്പ് ഇങ്ങനെ കിടക്കുവാണ്. ഇവിടെ ജീപ്പ് സർവീസ് ആണല്ലോ കൂടുതൽ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്താണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇങ്ങോട്ടുള്ള റോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതൊന്നും അല്ല. അതുപോലെ തന്നെ വീതി വളരെ കുറവാണ്. അതുകൊണ്ട് ഇരുവശങ്ങളിലുള്ള വാഹനങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ അത്ര സുഗമമൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുത്ത് മാത്രമേ ഈ ഒരു ഏരിയ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കയറുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇതൊരു ഡാമായിട്ട് നമുക്ക് തോന്നില്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു പാലമായിട്ട് നമുക്ക് തോന്നുള്ളൂ. അത്രയും വീതി കുറവാണ് നമ്മുടെ ഈ ഒരു ഡാമിന്. അപ്പോൾ അതുകൊണ്ട് എന്താ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ വളരെ നന്നായിട്ട് ഇരുന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നല്ല പച്ച നിറത്തിലുള്ള വെള്ളം, അതുപോലെ തന്നെ മലനിരകൾ, പിന്നെ നീല ആകാശം, പിന്നെ പഞ്ഞിക്കെട്ടുകൾ പോലുള്ള മേഘങ്ങൾ. അപ്പപ്പാ എനക്കും കവിത വരുത്. അപ്പം എങ്ങനെ കവിത വരാതിരിക്കും? ഇത്രയും പ്രകൃതി ഭംഗി നമ്മളിങ്ങനെ ആസ്വദിക്കുമ്പോൾ കവി അല്ലാത്തവനും കവിയായിപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പാലത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ബ്ലോക്ക് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നുദേവമേ, നന്ദു ആകെ ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് കൊച്ചിനോട് തല്ലി പിടിക്കാതെ ആകെ വിഷമിച്ചിരിക്കുന്നത് പോലെ കിട്ടിയ ഗ്യാപ്പിൽ ഇടി വയ്ക്കുന്നത്.
അപ്പോൾ അത് ഇതൊന്നും അറിയാതെ നമ്മുടെ കുഞ്ഞാൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പുള്ളി തുണിയൊക്കെ ഒരു ദൂരെ കളഞ്ഞിട്ട് ഇപ്പോൾ പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുവാണ്. എന്തൊക്കെയോ ആരൊക്കെയൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, തമ്പുരാൻ അറിയാനാന്ന്. അങ്ങനെ ഒരുവിധം നമ്മളിത് പാലത്തിൽ നിന്ന് വണ്ടി ഇറങ്ങി. അപ്പോൾ ദേ ഈ പോകുന്ന ട്രക്ക് കണ്ടോ, ഇതിവിടെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. കാര്യം നമ്മുടെ ഈ തേയിലേക്ക് നുള്ളി ചാക്കുംപടി കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അത് ഇഷ്ടം പോലെ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാം. അങ്ങനെ ദേ നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിച്ചാണോ വന്നത് അത് ദേ കണ്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടിക്കാശ് മുടക്കി മലയും കുന്നുമൊക്കെ കയറി വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ആഗ്രഹം തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വീട് ഇവിടെ മൂന്നാർ വട്ടവടയിലാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് നമുക്കിന്ന് സ്റ്റേ ചെയ്യാനായിട്ടുള്ള സ്ഥലമൊക്കെ പുള്ളിയുടെ വീടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പുള്ളിയുമായിട്ട് ഒരുപാട് തവണ ചേട്ടനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ വന്നു പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ ഇറങ്ങും, അത് കാണാൻ ഭയങ്കര രസമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും വല്ലാണ്ട് കൊതിയായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഭാഗ്യത്തിന് ഇതേ നമ്മൾ എത്തിയപ്പോഴത്തേന് നല്ല കോടമഞ്ഞൊക്കെ വീണത് കണ്ടില്ലേ. ഇപ്പോൾ ഒരു മണി ആ സമയമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ എതിരെ വരുന്ന ഒരു വണ്ടി പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ ശരിക്കും എതിരെ വരുന്ന ഒരു വണ്ടി നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും കോടമഞ്ഞാണ്. അപ്പോൾ എനിക്കിതൊന്ന് പുറത്തിറങ്ങി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ കാരണം അനിയൻ ദേ ഒരു സൈഡിലൊന്ന് വണ്ടി നിർത്തി ഞങ്ങളിതേ ഇറങ്ങി ഒന്ന് നമ്മുടെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇവിടെയൊക്കെ പോയി ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയെന്ന് പറയാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല, എങ്ങോട്ട് നോക്കിയാലും ഒരു പുകമറ മാത്രം. പക്ഷേ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തടുത്തിട്ട് എൻ്റെ പല്ലൊക്കെ ഇങ്ങനെ കിടുകിടുകിടാന്ന് ഇങ്ങനെ പൂട്ടി അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത്രയും നല്ലൊരു പ്രത്യേക തണുപ്പായിരുന്നേ. അപ്പോൾ എല്ലാവരും വെളിയിൽ ഇറങ്ങി ഇതേ നോക്കിക്ക്, അത്ര അടുത്ത് വണ്ടി കിടന്നിട്ട് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല വണ്ടി വരുന്നുണ്ടെന്ന്. അത്രയും കോട വീണ് കഴിഞ്ഞു. നല്ല അടിപൊളി തണുപ്പാണ്. കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി തുടങ്ങിയതുള്ള ഇറങ്ങി കംപ്ലീറ്റ് ആയ ഇനി ഇതായിരിക്കും അല്ലേ. കുഞ്ഞുപണേ ഇങ്ങനെ നോക്കി തടുപ്പ് എങ്ങനെയുണ്ട്? ഇതൊരു കാലം സോക്സില്ല കൊച്ചിന്. ആ കൊരങ്ങൻ കുഞ്ഞു അവർക്ക് കണ്ടുപോലും കാണാൻ പാടില്ലാണ്ട് ഓടി വരുന്നത്. വണ്ടി വന്നുണ്ട്, ഇങ്ങനെ മാറി നിൽക്കട്ടാ. അയ്യോ പല്ല് കൂട്ടി അടിച്ചിട്ട് എന്നെ വല്ലിടിച്ചോണ്ടിരിക്കേ. ഇപ്പൊ സമയം 2:45 ഭയങ്കര കോട ഇറങ്ങിക്കൊണ്ടിരിക്കും. മൈക്ക് എടുക്കാൻ പറ്റിയില്ല, മൈക്ക് എടുത്തിട്ട് കാര്യം. കണ്ണ എങ്ങനെയുണ്ട്? മഞ്ഞ എങ്ങനെയുണ്ട്? അവിടെ മരം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നീക്ക് ഒരു മരമുണ്ട്, പക്ഷെ കാണാൻ പറ്റണില്ല. മരം പിടിച്ച് ഞാൻ വണ്ടി ഒന്ന് പുറകോട്ട് എടുക്കട്ടെ. അത് കുട്ടി എങ്ങനെയുണ്ട്? പൊളിയാണോ? കൊരങ്ങൻ കുഞ്ഞിനെ പോലെ ഇരിക്കേ. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, ഫോണിൽ കാണുന്ന അത്ര പോലും നേരിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ചെക്കൻ ഡ്രൈവിങ്ങിൽ വേറെ ലെവൽ ആയതുകൊണ്ട് ഞങ്ങൾ ഉരുട്ടി ഒരു കണക്കിന് അവൻ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എൻ്റെ അകത്തൊരു കാഴ്ച കാണിച്ചു തരാം.
ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ടോപ്പ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഏറ്റവും തണുപ്പ് കൂടിയ ഒരു സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കിത് ഈ കടയിൽ ഇങ്ങനെ മാങ്ങ പോലെ തൂക്കിയിട്ടിരിക്കുന്നില്ലേ, അതൊരു ടൈപ്പ് ഓഫ് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിൽ അതിൻ്റെ കൃഷിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പാമ്പാടിൻചോല നാഷണൽ പാർക്ക് ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനുവേട്ടൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് കടത്തി വിടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് കൊടുംവനത്തിലൂടെയാണ്. അതായത് പാമ്പാടിൻചോല നാഷണൽ പാർക്കിൻ്റെ അകത്തുകൂടി സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് വട്ടവടയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കടത്തി വിടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടവടയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അതായത് വട്ടവട എന്ന് പറയുന്ന സ്വർഗത്തിലേക്കുള്ള കവാടമാണ് നമ്മുടെ മുന്നിൽ തുറന്നു നിൽക്കുന്നത്. അപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, വെൽക്കം വട്ടവട ഗ്രാമപഞ്ചായത്ത് ഇൻ ദ വിന്റർ വെജിറ്റബിൾ വില്ലേജ്. അത് തന്നെയാണ് അവിടുത്തെ പ്രത്യേകതയും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയെടുത്ത് പോകുവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പാമ്പാടിൻചോല നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മൾ ഈ വനത്തിൽ കൂടി തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അവിടെ ചെക്ക് പോസ്റ്റിൽ ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഇവിടെ എന്താ പറയുക, ആനിമൽ ക്രോസിങ് ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഒരു നിശ്ചിത സ്പീഡുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ അവർ പ്രത്യേകം പറയുന്നത് ഇവിടെ ഇടയ്ക്ക് വണ്ടി നിർത്താനോ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. കാര്യം നമ്മളോർക്കും വനമല്ലേ, ഒരു ഫോട്ടോയൊക്കെ എടുത്തേക്കാന്നങ്ങ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ മരങ്ങളിലും തന്നെയും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം സാഹസ്യങ്ങളൊന്നും കാണിക്കാതെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ സ്പീഡ് കുറച്ചു പോകാൻ എപ്പോഴാണ് മൃഗങ്ങളൊക്കെ വട്ടം ചാടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇരുവശങ്ങളിലും കൊടും കാടും നടുക്ക് റോഡും ആ ഒരു സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി നല്ല വിസ്തീർണമുള്ളൊരു വേറൊരു ഏരിയയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഒരു വാഗമൺ മൊട്ടക്കുന്നിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തുള്ള ഒരു ഏരിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്യാണ്. കാര്യം അവിടെ ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്, നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ക്യാമറ ഓൺ ആക്കിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസും അങ്ങനെ റിസോർട്ടും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഇവിടെയും സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അലൗഡാണ്. അപ്പോൾ നമ്മൾ വട്ടവടയുടെ എൻട്രി കഴിഞ്ഞ് കയറിയപ്പോൾ ആദ്യം ഇരുവശങ്ങളിലും നല്ല അടിപൊളി കാട്, അതിൻ്റെ നടുക്ക് ഒരു റോഡ്, പിന്നെ കുറച്ച് വിശാലമായൊരു സ്ഥലം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് വലിയ വലിയ മരങ്ങൾ ഇടതൂർന്ന് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ നടുക്ക് കൂടിയുള്ള ഒരു റോഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഒരേ രീതിയിലുള്ള ഒരു കാഴ്ചയല്ല നമ്മൾ പോകെ കാണുന്നത്. ഓരോ ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ലുക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഒരു സ്പെഷ്യൽ വൈബായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ പോയപ്പോഴത്തേനും. നമുക്ക് എന്താ പറഞ്ഞിങ്ങനെ അത് ഫലിപ്പിക്കുമെന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല. ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവുക. വട്ടവടയിൽ എന്താ കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഓരോ സ്പോട്ടില്ല, ഓരോ ഇങ്ങനെ അവിടെ ചെന്ന് കാണുക ഇവിടെ ചെന്ന് അങ്ങനെ ഒരു സ്പോട്ടില്ല നമുക്ക്. പക്ഷേ കാണുന്നതെല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോകുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതെനിക്ക് എന്താണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറയാൻ പറ്റും. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വട്ടവടയെക്കുറിച്ചൊന്ന് പറയാം. അതെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈവൻ എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വട്ടവട എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാഗമാണ് എന്നറിയാം. പക്ഷേ എന്താണ് ഇവിടെ ഒരു തമിഴ് കൾച്ചർ വരാനായിട്ടുള്ള കാരണം എന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ പിറകിലുള്ള ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് നമ്മുടെ കേരളത്തിലേക്ക് കുടിയേറി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൾക്കാരാണ് വന്ന് താമസിച്ച സ്ഥലമാണ് ഈ വട്ടവട എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട്, പിന്നെ അതറിയാലോ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെയാണ് ഒരു തമിഴ് കൾച്ചർ അവിടെ വരാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് തമിഴും അറിയാം, നന്നായിട്ട് മലയാളവും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് വാങ്ങുവണ്ണ പൊങ്കവണ്ണ ഒന്നൊന്നും പറയാൻ നിൽക്കേണ്ട, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകണം കേട്ടോ. നമ്മൾ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇത് വട്ടവടയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണിച്ചേട്ടൻ്റെ വീട്. അപ്പോൾ മണിച്ചേട്ടനും ഫാമിലിയൊക്കെ എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്താണ് ഇവിടെ താമസിക്കാറുള്ളത്. ഇത് ഞാൻ നിൽക്കുന്നത് മണിച്ചേട്ടൻ്റെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് താക്കോലൊക്കെ തന്ന് വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങ് പോകുന്നതാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അവിടെ കുറേ കെട്ടിടങ്ങൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തന്നില്ല. ആ ഏരിയയിലാണ് അച്ഛൻ്റെയൊക്കെ വീട്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് ആക്കാനായിട്ട് പുള്ളിക്കാരൻ വന്നതാണ് കേട്ടോ.
അപ്പോൾ അതെ ഇതാണ് അവരുടെ വീടിൻ്റെ വാതിക്ക് തന്നെ താഴത്തോട്ടൊക്കെ ഇങ്ങനെ ഇറക്കാണ് കേട്ടോ. അത് വന്ന ഉടനെ തന്നെ അവിടെ എന്തൊക്കെയോ ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ ഭരണം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെ ഞാൻ വീടൊന്ന് കാണിച്ചു തരാം. വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളായിട്ട് അവർ ഉപയോഗിക്കാതെ ഇട്ടിരുന്നതാണ്. എങ്കിലും ഞങ്ങൾ വന്ന് കയറിയതേ ഉള്ളൂ. എന്നാൽ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതെ ഇതൊരു മുറിയാണ്. ഈ മുറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അടുക്കള. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഗ്യാസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഫുള്ളും അവർ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ദേ ഇത് കണ്ടില്ലേ, ഇവിടെ ആൾതാമസം ഇല്ലെങ്കിലും പാത്രത്തിന് ഒരു കുറവും ഇല്ല. അതുപോലെ തന്നെ ഇതേ ഞങ്ങൾ കെട്ടും പാണ്ടമൊക്കെ ഇറക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ ദേ അച്ഛൻ ദേ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിടാനായിട്ട് കലത്തിൽ വെള്ളം എടുത്തിട്ട് വന്നിരിക്കുക. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങ് വിട്ടു പോരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചോറ് വയ്ക്കാനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മളിപ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ലഘുവായിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെയാണ് കഴിച്ചത്. അപ്പൊ നമ്മള് ഫുഡ് വെക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള ഒരു ചെറിയ സൗകര്യമൊക്കെ ഉണ്ട്. കുറച്ച് നാളായിട്ട് അവരിവിടെ ഉപയോഗിക്കാതെ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഞങ്ങൾ വന്ന് അത്യാവശ്യമൊക്കെ ഒന്ന് അടിച്ചു തൂത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ ചോറ് വെക്കാനായിട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ചിക്കൻ കറി, ഇവിടെ മീനൊന്നും കിട്ടത്തില്ലല്ലോ, അത് കാരണം ചിക്കൻ കറി വെക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഞങ്ങൾ ഇത് എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊന്ന് വെക്കട്ടെ. സത്യം പറഞ്ഞാൽ കത്തി പോലും പിടിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ്. നല്ല എന്താ പറയാ, നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ പോലെയൊന്നും അല്ല, തണുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പുറത്ത് കോട മഞ്ഞിങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് മഴയായിട്ട്. അത് കാണിച്ചു തരാം, ഇപ്പൊ തന്നെ കാണിച്ചു തരാം കേട്ടോ അവിടുത്തെ വ്യൂ ഒക്കെ. അപ്പോൾ ഞാൻ അരിഞ്ഞ പച്ചക്കറികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വീടിൻ്റെ വെളിയിലാണ് പൈപ്പും കാര്യങ്ങളൊക്കെ. എൻ്റെ ദൈവമേ, ടാപ്പ് അങ്ങോട്ട് തുറന്നപ്പോഴുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന വെള്ളത്തിൽ കൈയിട്ട് കഴിഞ്ഞാലുള്ള ഒരു കൈ ഇങ്ങനെ മരവിച്ച് പോകുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു അവിടുത്തെ വെള്ളത്തിന്. ഒന്നും പറയാനില്ല, അടിപൊളി തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി തണുപ്പായിരുന്നു വെള്ളത്തിന്. എന്റെ പൊന്നു, തണുത്തിട്ടൊരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാ. നിങ്ങളൊന്ന് കണ്ടു നോക്ക് നമ്മുടെ ചുറ്റും ഉള്ള അവസ്ഥ. ഞങ്ങളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മണിച്ചേട്ടന്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ അവരിവിടെ കുറെ നാളായിട്ട് താമസമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിന്റേതായ കുറച്ച് ഇതിലൊക്കെയാണ്. എന്നാലും നമ്മള് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫുഡ് ചോറ്, എനിക്ക് തണുത്തിട്ട് വർത്താനം പോലെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചോറ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മീനൊന്നും കിട്ടത്തില്ല, നമ്മള് ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ പച്ചക്കറികളൊക്കെ ഒന്ന്, അതിന്റെ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് കഴുകാൻ വന്നിരിക്കുകയാണ് കൂട്ടുകാരെ. നിങ്ങളൊന്ന് കണ്ടു നോക്കുവേ, ഞാൻ വെറുതെയാണോ ഈ തണുപ്പ് അഭിനയിക്കുകയാണോ എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇപ്പതേ നോക്കിക്ക്, അവിടെ മുഴുവനും കോട വീണിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. നേരത്തെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ആ ഭാഗമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു, അവിടുത്തെ വീടും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും അവിടെ തെളിയും. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ. എപ്പോഴും ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കുറച്ചു നേരം മഴയാണെങ്കിൽ കുറച്ചു നേരം വെയിൽ, കുറച്ചു നേരം പിന്നെ കോട മഞ്ഞ്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതൊക്കെ ബീൻസ് ആണ് കേട്ടോ, പയർ ആണ് ആ ഭാഗത്തൊക്കെ നട്ടിരിക്കുന്നത്. അപ്പോൾ അത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി വിത്തിനുള്ളത് മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. തണുപ്പ്, എനിക്ക് വെള്ളത്തിൽ കൈമുട്ടിട്ട് പല്ലൊക്കെ കൂട്ടി വീഡിയോ എടുക്കുന്ന ആള് വരെ അത് ക്യാമറ ഷിവർ ചെയ്യുന്നതായിട്ട് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? നിങ്ങക്ക് എന്നാ വേറെ കൊണ്ടല്ലോ, നമ്മുടെ ക്യാമറ മരവിച്ചിരിക്കുവാണ്, വിറച്ച് മരവിച്ചിരിക്കുന്നു. മറ്റേ വേറെ ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ ഗ്യാസ് അടുപ്പൊന്നും ഇല്ല കേട്ടോ, നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് വിറകടുപ്പിലാണ്. അപ്പം ഇവരുടെ അടുപ്പൊക്കെ അകത്താണ് കേട്ടോ. ഈ സമയത്ത് വന്നാല് നമുക്ക് ശരിക്കും പറഞ്ഞ വട്ടവടയുടെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വട്ടവട കോവില്ലൂർ, വട്ടവട കോവില്ലൂർ, വട്ടവടയിലെ കോവില്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പം അപ്പൊ അകത്ത് നമ്മൾ കുക്ക് ചെയ്യാൻ വിറകൊക്കെ കത്തിച്ച് അകത്ത് നിന്നപ്പോ ഇച്ചിരി ചൂടൊക്കെ കിട്ടിയപ്പോ ഇച്ചിരി ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തണുപ്പ് ഒരു രക്ഷയില്ല. ഇത് അതുകൊണ്ടോ ആ കുത്തിച്ചാരി വെച്ചിരിക്കണതില്ലേ, അതാണ് ഇവിടുത്തെ വിറക്.
അപ്പൊ അത് നമുക്ക് കത്തിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തുവാന്നാ പറഞ്ഞത്? ഈ സംഭവം നമ്മൾ ഇതൊരു ചുമ്മാ ഒരു ഇതായിരിക്കും. ഇത് ലൈക്ക് ഒരു കോവയ്ക്ക പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. കോവയ്ക്കയുടെ ഒരു ബിഗ് സൈസ് കോവയ്ക്ക, ഒരു ഒരു കൈൻഡ് ഓഫ് കോവയ്ക്ക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ കോവയ്ക്ക അല്ല. ഇതിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇത് ഉണക്കി എന്തൊക്കെയാണ് അതിന്റെ പരിപാടി, നമുക്കത് നാളെ ചോദിച്ചിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നല്ല അടിപൊളി വ്യൂ ആണ്, എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിൽ അവിടെ അമ്പലത്തിൽ ഇങ്ങനെ പാട്ടിട്ടിട്ടുണ്ട്, നല്ല തമിഴ് ഭക്തിഗാനം. നമ്മുടെ പഴനിയിലൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്ന ആ ഒരു മെഡിറ്റേഷൻ മൂഡാണ് സംഭവം. ആ ഒരു ക്ലൈമറ്റിൽ, ആ ഒരു തണുത്ത നേരിയ കാറ്റിൽ അതിങ്ങനെ ഇരുന്ന് നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴല്ലോ മൈൻഡ് വേറെ ലെവലാണ്. നമ്മളൊന്നും അറിയത്തില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ചുറ്റുമുള്ളത് ഒന്നും കാണത്തില്ല എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ പയർ കൃഷിയാണ്. ഇവിടുത്തെ ടെറസ് കൾട്ടിവേഷൻ ആണല്ലോ, തട്ടുതട്ടായിട്ടാണ് ഓരോ ഭാഗങ്ങളും കൃഷിക്ക് വേണ്ടി അവരെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കൃഷി ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. സ്ഥലം ഇല്ലാത്തവർ പാട്ടത്തിനെടുത്തിട്ടൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. കൃഷിയാണ് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള പിന്നെ കാഴ്ചകളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അലച്ച് കിടന്ന് ഫുഡ് ഉണ്ടാക്കുവാണ്. ചിക്കൻ അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണിച്ചേട്ടന്റെ വീട് ഞങ്ങളൊരു കളഞ്ഞാക്കി മാറ്റിപ്പിടിക്കാറ്. ഇതാ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. ഇത് ഭീമൻ. അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മേൽഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഈ മുളവടിയും പിന്നെ മണ്ണും എന്തൊക്കെയൊക്കെ വെച്ചിട്ട് ഒരു കോട്ടിങ് അവർ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും അത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളി. നമ്മൾ എല്ലാ പൊടികളും കൂടി അതിൻ്റെ അകത്തേക്ക് കൊടുക്കും. തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. പക്ഷെ ഇത് നല്ല കറിയായിരിക്കും, തട്ടിക്കൂട്ടായത് കൊണ്ട്. അറിഞ്ഞു വെച്ചാൽ ചിലപ്പോ ഒന്നും ആകില്ല. സത്യം പറഞ്ഞാൽ നല്ല വിറകടുപ്പിലിരിക്കുന്ന പാത്രമാണെങ്കിൽ നമ്മൾ പിടിച്ചിട്ട് പോലും അറിയുന്നില്ല കേട്ടോ, അത്രയ്ക്കും തണുപ്പായതുകൊണ്ടേ നമ്മൾ അറിയുന്നില്ല. എണ്ണയുടെ പാക്കറ്റ് വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോ എങ്ങനെയാണോ തണുത്തു പോകുന്നത് അതുപോലെ ആയിട്ടുണ്ട്. കാണിച്ചു തരാം. നമ്മുടെ എണ്ണ വന്നെ വരവ് നോക്കൂ. എണ്ണ വെണ്ണ പോലെ ഇരിക്കേ. അപ്പൊ നമ്മുടെ ഇറച്ചിക്കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി കഴിച്ചാൽ മതി. ചൂടാണോ? ചൂട് ചൂട് ചൂട്. ആർക്കാ ചൂട് ചൂട്? എണ്ണ സ്ഥാനം തെറ്റിപ്പോ നോക്ക് എണ്ണ അടി പിടിക്കാൻ മതി കൊണ്ടാ ഞാൻ നീ കഴിക്കണ എന്റെ ചോറ് മാത്രം ഇങ്ങനെ സൂം ചെയ്യണം. എന്ത് കാര്യത്തിനാ? കോൺസെൻട്രേഷൻ പോണേ. എന്റെ ചോറ് നിൽക്കില്ല. തലയുടെ ഒച്ചയെന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പ് ഫയറിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ കാണാൻ പറ്റുമോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. എന്നാലും ഈ ചെറിയ എളിയ വെട്ടത്തിൽ ചിലപ്പോ ഞങ്ങളൊരു മിന്നായം പോലെ കണ്ടേക്കാം. കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങള്? അപ്പൊ ഞങ്ങളുടെ വട്ടവടയിലെ ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ മുതൽ ആക്ച്വലി ക്യാമ്പ് ഫയറിലായിരുന്നു. എല്ലാവരും തീ അടുപ്പത്ത് കൂട്ടിട്ട് അവിടെ പോയി കുത്തിയിരുന്ന് തീ കാഞ്ഞോണ്ടിരിക്കുവായിരുന്നു. മുഖം മൂടിയാണ് ഇരിക്കുന്നത്. നന്ദുന് എന്താണെന്നറിയാൻ പാടില്ല, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തതിൻ്റെ തോന്നുന്നു. എന്തോ ഒരു വല്ലായികയുണ്ട് കൊച്ചിന്. അപ്പോൾ അത് കാരണം നിൽക്കാൻ പാടില്ല, തുള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴത്തേനും അച്ഛനും അതേ അവസ്ഥയിലാണ്.
അപ്പോൾ അത് പിന്നെ എന്താ പറയുക സ്വിച്ച് ഇട്ടതുപോലെ ഓരോന്നേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഈ ഒരു തീയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഈ തുള്ളി മറിഞ്ഞ് അടിപൊളിയായിരുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് ഞങ്ങളുടെ മക്കളായിരുന്നു. അവർക്ക് തണുപ്പൊന്നും ഒരു വിഷയമല്ലായിരുന്നു, പൊളിയായിരുന്നു. ഇപ്പതേ ഇവിടെ കോടമഞ്ഞ്, കോടയല്ലേ ഇത്, അതിങ്ങനെ പെയ്ത് കൊണ്ടിരിക്കണേ. അപ്പൊ മിക്കവാറും ഞങ്ങളുടെ ക്യാമ്പ് ഫയർ ഇപ്പൊ തന്നെ ക്യാൻസൽ ആക്കേണ്ടി വരും മിക്കവാറും. ഇത് പോയി അച്ഛ എങ്ങനെയാ നാളെ രാവിലെ തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് നമുക്ക് എങ്ങനെയായിരുന്നു കൂട്ടിയാ. അപ്പൊ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങള് നാളെ പകലായിരിക്കും ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ക്യാമ്പ് ഫയർ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് നാളെ പകൽ ഞങ്ങൾ ഏകദേശം 12 മണിക്കുള്ളിൽ തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ അങ്ങോട്ട് പെയ്തു. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അപ്പോൾ അത് കാരണം കുഞ്ഞുങ്ങളൊക്കെ നനയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് പോയി. അപ്പോൾ അധികം കോരിച്ചൊരിയുന്നൊരു മഴയൊന്നും ആയിരുന്നില്ല. എന്നാലും ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് നേരെ അകത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങളിത് സെറ്റ് ചെയ്ത സമയത്ത് ഒരു 9-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 12 മണി ഹാപ്പി ന്യൂ ഇയർ പറയണമെങ്കിൽ കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ആ സമയമൊക്കെ ആകുമ്പോൾ വരാമെന്നും പറഞ്ഞ് അകത്തോട്ട് പോയ ഞാനാണ് ബെഡ് വിരിച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. പിന്നെയാണെങ്കിൽ നേരം വെളുത്തപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ഓക്കേ, സീ യു.